ഒരാൾ വമ്പൻ നിബന്ധനകൾ BCCIക്ക് മുൻപിൽ വെക്കുന്നു. അമിത പ്രതീക്ഷയിൽ BCCI എല്ലാം സമ്മതിക്കുന്നു. ഇന്ത്യയുടെ വൻമതിലായ രാഹുൽ ദ്രാവിഡിൽ നിന്ന് അയാൾ ആ ചുമതല വമ്പൻ ഹൈപ്പോടെ ഏറ്റെടുക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് സ്പോർട്സ്. ഇത്തരം ചെറിയ ചെറിയ കായിക വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കുഞ്ഞു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ആരാധകർക്കും അത്ര ഗംഭീരമാകുന്നില്ല ഗൗതം ഗംഭീർ. താരതമ്യേന ദുർബലരായ ബംഗ്ലാദേശിനോട് നാട്ടിൽ ജയിച്ചതൊഴിച്ചാൽ തൊട്ടതെല്ലാം അദ്ദേഹത്തിന് പിഴക്കുകയാണുണ്ടായത്. മികച്ച രീതിയിൽ പോയിന്റ് ടേബിളുകളിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്ന ഇന്ത്യൻ ടീമിനെ പുറകിലേക്ക് തള്ളപ്പെടേണ്ടി വരുന്നു. ആദ്യമായി ഏറ്റെടുത്ത ശ്രീലങ്കൻ പര്യടനം T20 മാച്ചിൽ ഇന്ത്യ ജയിക്കുന്നു. പക്ഷേ ഏകദിനത്തിൽ ഇന്ത്യയേക്കാൾ ഒരുപാട് പിന്നിൽ ഇപ്പോൾ ഉള്ള ശ്രീലങ്കയോട് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ പരമ്പര തോൽക്കുന്നു. പിന്നീട് 23 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്ന് ന്യൂസിലാൻഡ് ടീം ഇന്ത്യയെ ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്ത് വിടുന്നു. സൗത്ത് ആഫ്രിക്കൻ T20 പരമ്പരയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തയ്യാറെടുപ്പ് കാരണം VVS ലക്ഷ്മണനെ കോച്ചിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. പക്ഷേ 10 വർഷമായി ഓസ്ട്രേലിയ സ്വപ്നം പോലെ കണ്ടിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഇപ്പോൾ 2-1 തോറ്റു നിൽക്കുന്നു. ഇനി പരമ്പര സമനിലയായാൽ പോലും ജേതാക്കളാകാൻ ഇന്ത്യക്ക് കഴിയാതെ വരും. ആകെ നടത്തിയ ഒരു മാറ്റം ബൗളിംഗ് കോച്ചായി മോർക്കലിനെ കൊണ്ടുവന്നതായിരുന്നു. അസിസ്റ്റന്റ് കോച്ചും ഒരു പഴയ KKR പ്രതിനിധി തന്നെയാണ്. പ്രിയപ്പെട്ട ഗൗതം ഗംഭീർ, എന്താകും താങ്കളുടെ വില എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്.